ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ ദിവസം നമ്മളൊരു പ്രത്യേക തരം ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എന്താണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? അവിയൽ ഉണ്ടാക്കണം അമ്മ. അവിയൽ അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാം. അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് സാധനങ്ങളാണ്? പടവലം, ബീൻസ്, പയറ്, ക്യാരറ്റ്, കായ, നേന്ത്രക്കായ, നമ്മുടെ പച്ചക്കായ, വെള്ളരി, കയ്പ, പിന്നെ ചേന, മുരിങ്ങക്കായ, പടവലം, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, തൈരുണ്ട്, തേങ്ങയുണ്ട്, ഉപ്പുണ്ട്. ഉപ്പ് പാകത്തിനിടുക. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അവിയൽ. ഓക്കെ. അപ്പൊ എന്താ പരിപാടി? കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ. അതിനുശേഷം ആ ചേന ഉണ്ടല്ലോ, ചേനയും പിന്നെ മറ്റേതാ നേന്ത്രക്കായ, പിന്നെ ഈ പയറ് സാധാരണ മുരിങ്ങക്കായ മാത്രമേ ഇടൂ അല്ലേ? ഒഴിച്ചു വയ്ക്കും. ഓക്കെ. അപ്പം നമ്മളത് കാണിച്ചു തരാം. കുക്കർ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അതാ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതിലേക്ക് ഇനി ഈ ചേന ഇടും. ചേന അതാ പോന്നു. പിന്നെ ക്യാരറ്റ് പോകുന്നുണ്ട്. പയറ്, 2 ടൈപ്പ് പയറുണ്ട് അല്ലേ? ബീൻസും ഉണ്ട്. ബീൻസും ഉണ്ട് അല്ലേ? ഓക്കെ. ഇതെന്തായിരുന്നു? ഇത് പടവലം. യെസ്, സ്നേക്ക് ഗോഡ്. പിന്നെ നേന്ത്രക്കായ. ഓക്കെ. നെക്സ്റ്റ് ഇതാ പിന്നെ വെള്ളരിയും കുമ്പളവും അല്ലേ? വെള്ളരി ഇതാ പോകുന്നു. മുരിങ്ങക്കായ മാത്രമേ നമ്മൾ ഇടൂലേ? അത് ഉടഞ്ഞു പോകും അല്ലേ? ഓക്കെ. ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ആയി. അവിയലാകുമ്പം പെട്ടെന്ന് കേടും കേട്ടോ. കയ്പ നമ്മള് കയ്പിടും. ചിലര് കയ്പിടില്ല. നമ്മള് കയ്പിടും. ചിലർ കയ്പ് ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ കയ്പ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കുട്ടപ്പനാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. വാ, ഭയങ്കര എക്സ്പീരിയൻസിൻ്റെ സാധനം. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണല്ലേ? അതെ. ഇനി മഞ്ഞൾപ്പൊടി ഇടണം. ഇപ്പൊ തന്നെ ആഡ് ചെയ്യോ? ഓക്കെ. മഞ്ഞൾപ്പൊടി തട്ട് വെച്ചു. മഞ്ഞൾപ്പൊടി പോകുന്നുണ്ട്. വെള്ളം ഒഴിക്കൂല? വെള്ളം ഒഴിക്കണം, കുറച്ച് ഒഴിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പ് വേണമെങ്കിൽ ചേർക്കട്ടോ. ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില ഇതാ പോന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടണം കുറച്ച്, ശകലം. ഓക്കെ. മുളക് പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇനി ഇത് വേവട്ടെ. അതിന് ശേഷം നമ്മളിതൊരു അരപ്പുണ്ടാക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. അത് വളരെ കുറവല്ലേ? അത് മതി. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അരപ്പുണ്ടാക്കാൻ പോവാണ്. അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര വിസിൽ വരേണ്ടി വരും? 2 വിസിൽ. 2 വിസിൽ അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വേവുന്നുണ്ട്. അപ്പം ഇനി ഒരു അരപ്പുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചെറിയ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. ചെറിയ ഉള്ളി ചേർക്കില്ല, അമ്മ ചേർക്കലുണ്ട്. ഓക്കെ.
ചിലർ ചെറിയുള്ളി ചേർക്കില്ല എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് അരയരുതേ, ആണല്ലേ? കുറച്ച് ചതച്ചെടുത്താൽ മതി. ചതയാനേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അമ്മ, സാധനങ്ങൾ പോരട്ടെ. നെക്സ്റ്റ് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി. ഓക്കെ, ചെറിയ ഉള്ളി, പച്ചമുളക്, നെക്സ്റ്റ് ജീരകം, അടുത്തത് കറിവേപ്പില. തൈര് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ അല്ലേ? തൈര് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. ആയോ? ഒന്നും കൂടെ അരയണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി അരയാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇയാളുടെ വിസിൽ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരും. അപ്പോൾ അപ്പോഴേക്ക് അത് അരയട്ടെ, കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ പരുവം കണ്ടോ? ഈ ഒരു പരുവാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആൾ ഇതുവരെ വിസിലടിച്ചിട്ടില്ല, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്കി പരിപാടി എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ വിസിലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വന്നു രണ്ടാമത്തെ. നമ്മുടെ ആള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങക്കായ ആഡ് ചെയ്യാൻ പോവല്ലേ? ഓക്കെ, മുരിങ്ങക്കായ ഇതാ പോകുന്നു. ഓക്കെ, ഇനി ഒന്നും കൂടി വേവിക്കണം. ഓക്കെ, വേവട്ടെ. അപ്പം മുരിങ്ങക്കായൊക്കെ വെന്തു. മുരിങ്ങക്കായ വെന്തു അല്ലേ? അരപ്പ് ചേർക്കാൻ പോവാണ്. അരപ്പ് ചേർത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഒന്ന് കൈകൊണ്ട് ഇളക്കുന്നല്ലേ നല്ലത്? കുക്കർ മൊത്തം നേരത്തെ ഇളക്കിയ പോലെ. അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഓക്കെ, ഇനി നമ്മൾ തൈര് ഒഴിക്കാനായോ? ഒന്ന് തിളക്കട്ടെ. ഓക്കെ, തൈരാണേ. ഓക്കെ, നമ്മൾ തൈര് ലാസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് അല്ല ഒന്നും കൂടി ഉണ്ടല്ലേ? പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. തൈര് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയും കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, കുറച്ച് കഷ്ണങ്ങൾ മതി. എങ്ങനെയാ? വഴുതനങ്ങ ചേർക്കും, പച്ചമാങ്ങ ചേർക്കും, പുളി ഒഴിക്കും. നമ്മളതൊന്നും ചേർക്കില്ല. തക്കാളി ചേർക്കും, തക്കാളിയും ചേർക്കില്ല. ആണല്ലേ? പുളി ഒഴിക്കില്ല. തക്കാളി, വഴുതനങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യില്ല എന്നാ പറഞ്ഞു. ഓക്കെ, ടേസ്റ്റ് എപ്പടി? ടേസ്റ്റ് ആണല്ലേ? ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ. ഓക്കെ, തൈര് ഒഴിച്ചിട്ട് വല്ലാണ്ട് വേവിക്കരുത്. ആണല്ലേ? പിരിഞ്ഞു പോകും. അവിയലിന്റെ പിന്നിലുള്ള സ്റ്റോറി അറിയാം അമ്മയ്ക്ക്? എന്താ ഇതാരാ ഉണ്ടാക്കിയെന്നറിയാം ആദ്യമായിട്ട്? അത് നമ്മുടെ പാണ്ഡവരിൽ ഭീമൻ ആണ് ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കുന്നത് മഹാഭാരതത്തിൽ. അത് അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഭീമൻ ഒരു ഷെഫായിട്ടാണ് രാജകൊട്ടാരത്തിൽ വർക്ക് ചെയ്തത്. അപ്പം രാജാവ് പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് ഈ വെറൈറ്റി സാധനം വേണമെന്ന് പറഞ്ഞപ്പോഴേ മൂപ്പരെല്ലാം കൂടി വെട്ടിയിട്ട് അതും ഇതും കൂടി ആക്കിയിട്ട് ഇതുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് അവിയൽ. പക്ഷെ രാജാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിയൽ. അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അവിയൽ ഏറെക്കുറെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി പരിപാടികൾ കാണിച്ചു. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ. ഓക്കെ, കറിവേപ്പില ഇതാ പോകുന്നു. ഇതിന് കറിവേപ്പിൻ്റെ ഇല എത്ര വേണമെങ്കിലും ഇടാം, നല്ല ടേസ്റ്റാ. പച്ച വെളിച്ചെണ്ണ. ഓക്കെ, പച്ച വെളിച്ചെണ്ണ കഴിഞ്ഞു. എത്രേ പണിയുള്ളൂ. ഇനി ടേസ്റ്റ് നോക്കണ്ടേ? ടേസ്റ്റ് നോക്കണം. എവിടെ നമ്മളെ ഒഫീഷ്യൽ ടേസ്റ്റർ? എവിടെ?
കൂട്ടി കൊണ്ടുവരണം. അച്ഛനെ അവിടെ ഒഫീഷ്യൽ ടേസ്റ്റർ ഇതാ വന്നിട്ടുണ്ട്. അതാ നല്ല ചൂടാ അവിടെ പുറകില് ചൂടുണ്ടേ, നല്ല ചൂടുണ്ടേ, നല്ല ചൂടുണ്ട്. പൊള്ളിയിട്ട് അയ്യോ. ഓക്കെ കഴിക്കട്ടെ. ഞാൻ കഴിച്ചു. ചൂട് നോക്കും. കൊള്ളാം. നന്നായിട്ടുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്തു ലാസ്റ്റിലേക്ക്. ഇപ്പൊ കറക്റ്റാ, ഇപ്പൊ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ സൂപ്പർ. ഓക്കെ, അപ്പോൾ അറിയാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതും പിന്നെ എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മമ്മി ഒരു ടാറ്റ പറഞ്ഞോളൂ. ബൈ ബൈ ഗായ്സ്, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം.